കോളനി എന്ന സിനിമ കണ്ടു. ഗംഭീര സിനിമയാണ്, പാട്ടുകൾ ഗംഭീരമാണ്. നമ്മുടെ ജാസി ഗിഫ്റ്റ് പാടിയ പാട്ടും പിന്നെ നമ്മുടെ നാടൻ പാട്ട് കലാകാരി പാടിയ പാട്ടും ഗംഭീരമാണ്. നല്ലൊരു ശാന്തം നിറഞ്ഞ സിനിമയും കുറച്ച് വയലൻസ് നിറഞ്ഞ സിനിമയും കൂടിയാണ്. ത്രില്ലിംഗ് ആണ്, ട്രെൻഡിങ് ആണ്, നല്ലൊരു എൻഗേജിങ് ആണ്, നല്ലൊരു ആത്മാർത്ഥമായിട്ടുള്ള ബന്ധങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്, ഇമോഷൻസ് ഉണ്ട്. ജാസി ഗിഫ്റ്റിൻ്റെ ഗംഭീര പാട്ടാണ്. കൊക്കരക്കോ ഏ കൊക്കരക്കോ ഏ കൊക്കരക്കോ ഏ കൊക്കരക്കോ കൊക്കരക്കോ ഏ കൊക്കരക്കോ. അപ്പം അങ്ങനെ ഗംഭീരമായിട്ടുള്ള പാട്ടുകളുണ്ട്, ഇമോഷണൽ ട്രാക്കിലുള്ള പാട്ടുകളുണ്ട്, വൈകാരിക ബന്ധങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. നല്ലൊരു സിനിമ ആണ് കോളനി. എല്ലാവരും യൂട്യൂബിൽ കയറി കാണുക. ഞാൻ ലിങ്ക് താഴെ കൊടുക്കും, ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലേക്ക് കൊടുക്കാൻ ശ്രമിക്കാം. അവരെല്ലാവരും തീർച്ചയായിട്ടും കാണും കേട്ടോ. 1500 പേര് കണ്ടു സിനിമ യൂട്യൂബിൽ. OTT വഴി കുറേ പേര്, ലക്ഷക്കണക്കിന് പേര് കണ്ടു. പയ്യൻ OTTയിലായിരുന്നു റിലീസ്, ഇപ്പോൾ യൂട്യൂബിലേക്ക് റിലീസ് ആയിരിക്കുകയാണ്. അപ്പോൾ നല്ല ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ സിനിമയ്ക്ക് നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ ചാളമേരിയായിട്ടുള്ള കടമലി മോളി ചേച്ചി ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നാടൻ പാട്ടുണ്ട്. പിന്നെ ഇതിൽ എന്താണ് കബഡി കളിയുണ്ട്. കബഡി കളിയല്ല, നമ്മുടെ ഓണത്തിന് അനുഭവിച്ചുള്ള വടംവലിയുണ്ട് സിനിമയിൽ. ഓണം മുതൽ ക്രിസ്മസ് വരെയുള്ളൊരു യാത്ര സിനിമയിൽ പറയുന്നുണ്ട്. പിന്നെ അനുഭവങ്ങൾ, പലരുടെ അനുഭവങ്ങൾ, കൊച്ചിയിലെ കൊട്ടേഷൻ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. കൊച്ചി ബേസ്ഡാണെന്ന് പറയുന്നു നോക്കുന്നുണ്ട്. ഗുണ്ടാ സെറ്റപ്പും കാര്യങ്ങളും പറയുന്നുണ്ട്, രാഷ്ട്രീയം പറയുന്നു വെക്കുന്നുണ്ട്. നല്ലൊരു ഗുണ്ടാകളുടെ ഒരു കഥ പറഞ്ഞു വെക്കുന്ന ഒരു സിനിമയാണ്. ത്രില്ലിംഗ് ആണ്. വില്ലന്മാരായിട്ട് കുറേ പേര് വരുന്നുണ്ട്. അഭിലാഷ് ആട്ടയൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. രാജാ സാഹിബിക്ക് ആണെങ്കിലും ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ റോളുകൾ ചെയ്തിട്ടുണ്ട്. ഒരു മതപരമായിട്ട് എല്ലാവരും ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ്, എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പറയുന്നുണ്ട്. നല്ലൊരു സിനിമയാണ്. പിന്നെ അടിയും ആക്രമണമൊക്കെ എല്ലാ സിനിമയിലും ഉണ്ടാവും. അതുപോലെ തന്നെ ഗംഭീരമായിട്ട് ഫൈറ്റും മ്യൂസിക്കും കുറേ തരത്തിലുള്ള പാട്ടുകളും കുറേ ഫ്രെയിം വർക്കും ക്യാമറയും എഡിറ്റിങ്ങും എല്ലാം കൊണ്ട് തന്നെ നല്ലൊരു വർക്കാണ് കോളനി. മനാഫ് അതിനാണ് മികച്ചതായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വൈഗയും ഷാനിബയും ഗംഭീരമായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. ഷാനിബ കുറച്ചുകൂടി ഡാൻസ് പരമായിട്ടും കുറച്ചുകൂടി ഡയലോഗ് പരമായിട്ടും കൂടുതലുണ്ട്. വൈഗ ചേച്ചിയും നല്ല രീതിയിൽ തന്നെ ക്ലൈമാക്സിൽ വന്ന് പോകുന്നുണ്ട്, നല്ല രസമായിട്ട് അഭിനയിക്കുന്നുണ്ട്. ടീച്ചർ റോളും ഗംഭീരമാക്കിയിട്ടുണ്ട് വൈഗ ചേച്ചി. അപ്പോൾ അഭിലാഷ് ആട്ടയും ആറാടിയിട്ടുണ്ട് സിനിമയിൽ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 റിവ്യൂ ആണിത്. അപ്പോൾ എല്ലാവരും യൂട്യൂബിൽ കാണുക. താങ്ക് യു, നന്ദി, നമസ്കാരം. റേറ്റിംഗ് 5ൽ 4.5.